ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ആഘോഷമാക്കുകയാണ് ബി.ജെ.പിക്കാർ. ഇത് പ്രധാനമന്ത്രി മോദിയുടെ വിജയമാക്കി ബി.ജെ.പിക്കാർ ഉയർത്തുമ്പോൾ അതിന്റെ മറുവശം കാണാതെ പോകരുത്. ഇത് അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ തോൽവിയാണ്. അത് തിരിച്ചറിയാനുള്ള ബുദ്ധി ബി.ജെ.പിക്കാർക്കില്ലാതെ പോയി എന്ന് സൂചിപ്പിക്കാം. സർക്കാർ ഇതിനെ ഒരു ചരിത്ര വിജയമായി ആഘോഷിക്കുകയാണ്. വർഷങ്ങളായി നിലനിന്ന വ്യാപാര തർക്കങ്ങൾക്ക് അവസാനമായെന്നും മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണി കീഴടങ്ങാൻ വഴിയൊരുങ്ങിയെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണി ആയിരക്കണക്കിന് പോയിന്റുകൾ ഉയർത്തിയിട്ട് ഈ വാർത്തയെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ പറയുന്ന ഈ വിജയഗാഥയുടെ മറുവശം എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളും കരാറിലെ ഇതുവരെ പുറത്തുവിടാത്ത നിബന്ധനകളും സൂക്ഷിച്ചു നോക്കുമ്പോൾ അത്ര ശുഭകരമല്ലാത്ത, ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുന്നതിലൂടെ നമ്മുടെ കർഷകരും ചെറുകിട വ്യവസായികളും എന്ത് പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. സർക്കാർ ആഘോഷിക്കുന്ന ഈ ഡീൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരു മാസ്റ്റർ സ്ട്രോക്ക് വിജയമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതോ അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ നടത്തിയ സമ്മർദ്ദമായ ഒരു കീഴടങ്ങലാണോ എന്നും ചോദ്യം ഉയരുന്നുണ്ട്. ഈ കരാർ ഒരു വിജയമാണെന്ന് സർക്കാർ വാദിക്കുന്നതിന്റെ പ്രധാന കാരണം അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഭീമമായ ഇറക്കുമതി തീരുവ കുറച്ചു എന്നതാണ്. ഒരു വർഷത്തിലേറെയായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര യുദ്ധം തന്നെ നിലനിന്നിരുന്നു. 2025 തുടക്കത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക 25% നികുതി ചുമത്തിയിരുന്നു. പിന്നീട് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ തുടങ്ങിയതോടെ പ്രകോപിതരായ അമേരിക്ക ഒരു 25% ശിക്ഷാ നികുതി കൂടി ചുമത്തി. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ പ്രവേശിക്കാൻ ഏകദേശം 50% വരെ നികുതി നൽകേണ്ട അവസ്ഥ വന്നു. ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, ഓട്ടോമൊബൈൽ പാർട്സ് പോലുള്ള മേഖലകളെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഈ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ അവസാനമായതായി സർക്കാർ അവകാശപ്പെടുന്നത്. പുതിയ കരാർ പ്രകാരം 50% വരെ ഉണ്ടായിരുന്ന ഈ നികുതി 18% കുറച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വലിയ അവസരങ്ങൾ തുറന്നു തരുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. തീർച്ചയായും 50-ൽ നിന്നും 18-ലേക്കുള്ള കുറവ് ഒറ്റനോട്ടത്തിൽ വലിയ ആശ്വാസം തന്നെയാണ്. വിയറ്റ്നാം, പാകിസ്ഥാൻ പോലുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളെക്കാൾ മികച്ച നികുതി നിരക്കാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇതാണ് സർക്കാർ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. ഈ ഒരു വലിയ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ സാധിച്ചത് ഒരു നയതന്ത്ര വിജയമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ നേട്ടത്തിനായി ഇന്ത്യ എന്ത് വിലയാണ് നൽകിയതെന്ന് പരിശോധിക്കുമ്പോഴാണ് ചിത്രം കൂടുതൽ സങ്കീർണമാകുന്നത്. ഏതൊരു വ്യാപാര കരാറും ഒരു കൊടുക്കൽ വാങ്ങലാണ്. അമേരിക്ക അവരുടെ വിപണിയിൽ നമുക്ക് ഇളവ് തരുമ്പോൾ സ്വാഭാവികമായും അവർക്കും നമ്മുടെ വിപണിയിൽ നിന്നും എന്തെങ്കിലും തിരികെ പ്രതീക്ഷിക്കാം. അവിടെയാണ് ഈ കരാറിലെ ഏറ്റവും നിർണായകവും എന്നാൽ അധികം ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഭാഗം ഒളിഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദം അനുസരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 18% കുറച്ചതിന് പകരമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവയും മറ്റു വ്യാപാര തടസ്സങ്ങളും ഇന്ത്യ 0-ലേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതോടെ അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ തങ്ങളുടെ വാതിലുകൾ മലർക്കെ തുറന്നുവെന്ന് പറയാം. ഇത് ഇന്ത്യയിലെ സാധാരണക്കാരായ കോടിക്കണക്കിന് കർഷകരുടെയും വ്യാപാരികളുടെയും ചരമക്കുറിപ്പ് എഴുതുന്നതിന് തുല്യമാണെന്നും പറയാം.